അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ഫിഖുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 3-ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. ഈ ഷോർട്സിൽ നമ്മൾ തദ്രീബാത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. നോക്കൂ, തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നുവരിഫ്, നിർവചനം എഴുതാനുള്ളതാണ്. നോക്കൂ, 1 അൽ ഹൈല്, അതിന്റെ നിർവചനം, അതായത് ഹൈല് എന്നാൽ എന്ത്, അതിന്റെ ഉത്തരമാണ് നമ്മളവിടെ എഴുതേണ്ടത്. നോക്കൂ, പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. 2-ാമത്തത് അൻ നിഫാസ്, അതിന്റെ ഡെഫിനിഷൻ നോക്കൂ, പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. 3-ാമത്തത് അൽ ഇസ്തിഹാലത്ത്, അതിന്റെ ഡെഫിനിഷൻ, ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2-ാമത്തെ പ്രവർത്തനം നംലഉൽ ജദ്വൽ, കോളം നിറയ്ക്കാനുള്ളതാണ്. നോക്കൂ, അൽ ഹൈല് അൽ കലീൽ, അതിന്റെ കുറഞ്ഞത് 24 മണിക്കൂർ, അൽ കസീർ കൂടിയത് 15 ദിവസം, അൽ ഗാലിബ് സാധാരണ 6-7 ദിവസം. അടുത്തത് അൻ നിഫാസ്, അതിന്റെ അൽ കലീൽ അതായത് കുറഞ്ഞത് 1 നിമിഷം, അൽ കസീർ കൂടിയത് 60 ദിവസം, അൽ ഗാലിബ് സാധാരണ 40 ദിവസം. അത്തുഹുറു ബൈനൽ ഹൈലൈനി, അൽ കലീൽ 15 ദിവസം, അൽ കസീർ പരിധിയില്ല. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 3-ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1 ഇസ്തിഹാലത്തുകാരി നിസ്കരിക്കുന്നതിന്റെ വിധി, ഉത്തരം നിർബന്ധം. 2 ഹൈല് നിഫാസ് എന്നിവ പുറപ്പെടുന്നത് എവിടെ നിന്ന്, ഉത്തരം ഗർഭാശയത്തിൽ നിന്ന്. 3-ാമത്തെ ചോദ്യം, ഹൈൽ ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം എത്ര, ഉത്തരം 9 വയസ്സ്. 4 ഹൈലുകാരി നിസ്കാരം ഖളാ വീട്ടുന്നതിന്റെ വിധി എന്ത്, ഉത്തരം ഹറാം. 5 ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞത് എന്തിനായിരുന്നു, ഉത്തരം ഹജ്ജിന് വേണ്ടി അവർ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ആർത്തവമുണ്ടായി, അപ്പോൾ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. 6-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചത് എങ്ങനെ, അതിന്റെ ഉത്തരം, ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്, തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചു. ഇതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.